നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം 9ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ തന്നെ പലപ്പോഴായി പ്രതിപാദിച്ച മഹാഭാരതം എന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ ആ പ്രത്യേക വിശേഷണത്തിലേക്ക് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ് ഈ ഭാഗത്തിൽ. മഹാഭാരതം എന്ന ഗ്രന്ഥത്തിലുള്ളതെല്ലാം എല്ലായിടത്തും കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിലില്ലാത്തത് എവിടെയും കാണുകയില്ല. മഹാഭാരതത്തെക്കുറിച്ചുള്ള വിശേഷണമാണത്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതപരമായതും രാഷ്ട്രീയപരമായതും സാമുദായികപരമായതും സാംസ്കാരികപരമായതുമായ വേദികളിലൊക്കെ പലപ്പോഴും മഹാഭാരതം, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ കഥാസന്ദർഭങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. മഹാഭാരതത്തെക്കുറിച്ച് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ മലയാളത്തിലും ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും ഒക്കെ വന്നിട്ടുണ്ട്. മഹാഭാരതത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കാണിച്ചുകൊണ്ടും ചില സന്ദർഭങ്ങളിൽ മഹാഭാരതത്തെ നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ടും ഒട്ടേറെ ഗ്രന്ഥങ്ങൾ. മലയാളത്തിൽ നമുക്ക് സുപരിചിതമാണ് പ്രഗത്ഭ പ്രശസ്ത എഴുത്തുകാരനായിരുന്ന ശ്രീ എം ടി വാസുദേവൻ നായർ എഴുതിയ 2ാം ഊഴം. അതുപോലെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ. മറ്റേതൊരു ഗ്രന്ഥത്തേക്കാൾ കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ ഉപകഥകൾ ഉണ്ടായത് മഹാഭാരതത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആസ്തികരായാലും നാസ്തികരായാലും ഈശ്വരവിശ്വാസമുള്ളവരായാലും ഇല്ലാത്തവരായാലും അവരുടെ പ്രസംഗങ്ങളിലൊക്കെ പലപ്പോഴും മഹാഭാരതം കടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിനം കേരള നിയമസഭ, നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ കേരള നിയമസഭയിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും നമ്മൾ നടന്ന വാദപ്രതിവാദങ്ങളിൽ മഹാഭാരതം കടന്നു വന്നത് നമ്മൾ കണ്ടു. അന്ത്യം കാത്തു കിടക്കുന്ന ശരശയിൽ കിടക്കുന്ന ഭീഷ്മരെക്കുറിച്ചായിരുന്നു അന്ന് അവിടെ മഹാഭാരതത്തെക്കുറിച്ച് സംഭാഷണം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ മഹാഭാരതം എന്ന ഗ്രന്ഥം അല്ലെങ്കിൽ അതിലെ കഥാസന്ദർഭങ്ങൾ, അതിലെ ഓരോ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇന്നും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗം നിയമസഭയിൽ ചർച്ച ചെയ്ത ശരശയിൽ കിടന്ന ഭീഷ്മൻ എന്താണ് ശരശയിൽ കിടക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ആ ഭാഗത്തൂടെ നമുക്ക് യാത്രയാകും. ഹസ്തിനപുരത്തെ രാജാവായ ശന്തനു മഹാരാജാവ് ഒരു ദിവസം ഗംഗാനദീതീരത്ത് നിൽക്കുമ്പോൾ ഒരു സുന്ദരിയായ യുവതിയെ കാണുകയാണ്. ആ യുവതിയെ കണ്ട മാത്രയിൽ മഹാരാജാവ് പ്രണയതരളിതനാകുകയാണ്. ആ യുവതി ആരെന്ന് അന്വേഷിച്ചപ്പോൾ ഗംഗാദേവി. രാജാവ് ഗംഗാദേവിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. തൻ്റെ നിബന്ധനകൾ പാലിച്ചാൽ ഞാൻ വിവാഹത്തിന് തയ്യാറാണ് എന്ന് ഗംഗാദേവി പറയുന്നു. നിബന്ധന എന്തെന്ന് വെച്ചാൽ ഗംഗാദേവി എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെ രാജാവ് തടയാൻ പാടില്ല. പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല. രാജാവ് തീർച്ചയായും ആ ഗംഗയുടെ നിബന്ധന പാലിക്കാമെന്ന് ഉറപ്പുകൊടുത്ത് അവർ തമ്മിൽ വിവാഹിതരാകുന്നു. വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ അവർ മുന്നോട്ട് പോയി. ഓരോ വർഷവും ഗംഗാദേവിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയാണ്. ജനിച്ചുടൻ പ്രസവിച്ച അമ്മയുടെ യാതൊരു വികാരവുമില്ലാതെ ആ കുഞ്ഞിനെ ഗംഗ നദിയിലേക്ക് എറിയുന്നതാണ് കാണുന്നത്. ഗംഗയ്ക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ മഹാരാജാവ് നോക്കി നിൽക്കുകയാണ് ഗംഗാദേവി ഒരു കുഞ്ഞിനെയും നദിയിലേക്ക് എറിയുന്നത്. അങ്ങനെ 8ാമതും ഒരു ഓമന കുഞ്ഞുണ്ടായി, ഒരു ആൺകുഞ്ഞ്. ഗംഗ നദിയിലേക്ക് എറിയാൻ തയ്യാറായി. രാജാവ് തടയുന്നു. തൻ്റെ വാക്ക് അല്ലെങ്കിൽ തൻ്റെ വാഗ്ദാനം, തന്നോട് ചെയ്ത വാഗ്ദാനം രാജാവ് ലംഘിച്ചു തടഞ്ഞ് ഗംഗ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അപ്രത്യക്ഷയാകുകയാണ്. ആ കുഞ്ഞിനെ യൗവനമാവുമ്പോൾ രാജാവിനെ ഏൽപ്പിക്കാമെന്ന ഉറപ്പ് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഗംഗ കൊണ്ടുപോയ കുഞ്ഞിന് ദേവവ്രതൻ എന്ന നാമകരണം ചെയ്തു. ആ കുഞ്ഞിനെ രാജാവിനെ യുവാവായപ്പോൾ കുഞ്ഞിനെ രാജാവിനെ ഏൽപ്പിക്കുകയാണ്. ആ ഏൽപ്പിച്ച കുഞ്ഞ് അസ്ത്രാഭ്യാസങ്ങളിൽ വിദഗ്ധനായി തീർന്നിരുന്നു. ആ സമയമായപ്പോഴേക്കും ദേവവ്രതൻ അച്ഛനോടൊപ്പം ചേർന്ന് രാജകാര്യങ്ങളിൽ പഠിച്ചുകൊണ്ട് ഉത്തമനായ ഒരു രാജകുമാരനായി ദേവവ്രതൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശാന്തനു മഹാരാജാവിന് വാർദ്ധക്യമായി എങ്കിലും ഒരു ദിവസം അദ്ദേഹം കണ്ട മുക്കുവ രാജാവിൻ്റെ പുത്രിയായ സത്യവതിയെ രാജാവിന് പ്രണയം വീണ്ടും തോന്നുകയാണ്. പ്രണയത്തിന് പ്രായമില്ല എന്നാണല്ലോ ചൊല്ല്. വൃദ്ധനായ രാജാവിൻ്റെ സത്യവതിയോട് പ്രണയം മൂർച്ഛിച്ചു. മുഖവ് രാജാവിനെ സമീപിച്ചു.
മകളെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഏതൊരു അച്ഛനെ പോലെയും മുക്കുവ രാജാവ് ചിന്തിച്ചത്, രാജാവിൻ്റെ രണ്ടാം ഭാര്യയായി ഇവിടെ ചെല്ലുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ട അവകാശങ്ങൾ കിട്ടുകയില്ലേ എന്ന സംശയമുള്ള മുക്കുവ രാജാവ് ശാന്തനു മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു, വിവാഹമൊക്കെ കഴിച്ചു തരാം, സത്യവതിയിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് രാജാധികാരം കൊടുക്കണം. രാജാവ് ധർമ്മസങ്കടത്തിലായി. കാരണം എന്താ? തൻ്റെ മൂത്ത പുത്രനായ ദേവവ്രതൻ ഉത്തമ ഗുണങ്ങളുള്ള, അസ്ത്രാഭ്യാസങ്ങളിലും വേദങ്ങളിലുമൊക്കെ പരിജ്ഞാനമുള്ള ദേവവ്രതനെ രാജാവാക്കണമെന്നാണ് ശാന്തനു മഹാരാജാവിൻ്റെ ആഗ്രഹം. എന്നാൽ സത്യവതിയോടുള്ള പ്രണയം അങ്ങോട്ട് ഉപേക്ഷിക്കാനും വയ്യ. രാജാവ് വിഷാദമുഖനായി, ഊണുമില്ല, ഉറക്കമില്ല. അച്ഛൻ്റെ ഭാവമാറ്റം കണ്ട് മകനായ ദേവവ്രതൻ അന്വേഷിച്ച അവസരം കണ്ടെത്തി രാജാവിന് സത്യവതിയോടുള്ള പ്രണയം. ദേവവ്രതൻ പോയി മുക്കുവ രാജാവിൻ്റെ അടുത്ത്, അല്ലയോ രാജാവിനോട് ആവശ്യപ്പെട്ട് എൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചു തരണം. അപ്പോൾ മുക്കുവ രാജാവ് ശാന്തനു മഹാരാജാവിനോട് എന്താണോ പറഞ്ഞത് ആ നിബന്ധനകൾ പറഞ്ഞു. ദേവവ്രതൻ പറഞ്ഞു, യാതൊരു തടസ്സവുമില്ല, എനിക്ക് രാജാധികാരം വേണ്ട, രണ്ടാനമ്മയിൽ സത്യവതി എന്ന അമ്മയിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ രാജാധികാരം കിട്ടിക്കോട്ടെ. അപ്പോൾ മുക്കുവ രാജാവ് പറഞ്ഞു, നിങ്ങളത് പറയും, അങ്ങത് പറയും, പക്ഷെ അങ്ങയ്ക്കുണ്ടാകുന്ന മക്കൾ രാജാധികാരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാലും. അവിടെ ഭീഷ്മർ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഭയങ്കരമായൊരു പ്രതിജ്ഞ. ഞാൻ ഇന്നിനി നിത്യബ്രഹ്മചാരിയായിരിക്കും, ഞാനിനി വിവാഹം കഴിക്കുകയില്ല. ആ പ്രതിജ്ഞയോടുകൂടി ദേവവ്രതൻ്റെ പേര് ഭീഷ്മർ എന്നായി മാറി. ഭയങ്കരമായ പ്രതിജ്ഞ എടുത്തത് ഭീഷ്മറായി മാറി. അങ്ങനെ അവർ വിവാഹം അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കഴിച്ചു കൊടുത്തു. നമുക്കറിയാം ചൊല്ലുണ്ട്, പുന്നാഗമാകും നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. പുന്നാഗമാകും നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. ആ പുത്രൻ്റെ, അതായത് പുന്നാഗമാകും നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുന്നവനായിരിക്കണം പുത്രൻ. രാമായണത്തിൽ നമ്മൾ കണ്ടു, കാമാവേശത്തിൽ ദശരഥൻ കൈകേയിക്ക് കൊടുത്ത വരം അത് യാഥാർത്ഥ്യമാക്കുവാൻ, അച്ഛൻ്റെ വാക്ക് യാഥാർത്ഥ്യമാകുവാൻ, സാക്ഷാത്കരിക്കപ്പെടുവാൻ വനത്തിലേക്ക് പോയ രാമനെ നമ്മൾ കണ്ടു. അതുപോലെ ഈ മഹാഭാരതത്തിലും അച്ഛൻ്റെ വാർദ്ധക്യത്തിലെത്തിയ അച്ഛൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി താൻ നിത്യബ്രഹ്മചാരിയാകുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഭീഷ്മർ. അങ്ങനെ ഭീഷ്മർ ഹസ്തിനപുരത്തെ നെടുനായകത്വം വഹിച്ചു. തുടർന്നുള്ള ഓരോ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായി ഭീഷ്മരെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. ഭീഷ്മരുടെ അവസാനം നമ്മൾ കാണുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിൽ വീണ് ശരശയ്യയിൽ കിടന്ന തൻ്റെ അന്ത്യദിനങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഭീഷ്മർക്കൊരു ഗുണമുണ്ട്, ഒരു വരമുണ്ട് ഭീഷ്മർക്ക്. അച്ഛൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ബ്രഹ്മചാരിയാകുമെന്ന് അല്ലെങ്കിൽ ശപഥം ചെയ്ത ഭീഷ്മർക്ക് ശാന്തനു മഹാരാജാവ് വരം കൊടുക്കുകയുണ്ടായി. ഇഷ്ടമുള്ളപ്പോൾ മരണം തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള അധികാരം. ആ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരായണ കാലം വരുവാൻ വേണ്ടി ശരശയിൽ മരണം കാത്തുകിടക്കുന്ന ഭീഷ്മരെയാണ് നമ്മൾ കാണുന്നത്. ഉത്തമ ഗുണങ്ങളുള്ള, അതുപോലെ തന്നെ സർവ്വവേദങ്ങളെക്കുറിച്ച് അറിവുള്ള, സർവ്വപരിജ്ഞാനമുള്ള, ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഭീഷ്മർ എന്താണ് ശരശയിൽ കിടക്കേണ്ടത്? താപരയുഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുൻ അധ്യായങ്ങളിൽ. രണ്ട് ഭാഗം ധർമ്മവും 2 ഭാഗം അധർമ്മവുമുള്ള ഒരു യുഗമാണ് ദ്വാപരയുഗം. ധർമ്മിഷ്ഠനാണെങ്കിലും ചിലപ്പോഴൊക്കെ അധർമ്മത്തിൽ ചെന്നപ്പെടാം. എത്ര സൂക്ഷിച്ചാൽ പോലും ചിലപ്പോൾ ചെന്നപ്പെടാം. ഭീഷ്മരും അങ്ങനെ ചെറിയ അധർമ്മത്തിന് കൂട്ടുനിൽക്കേണ്ടതായോ അധർമ്മം ചെയ്യേണ്ടതായോ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. തൻ്റെ രണ്ടാനമ്മയായ സത്യവതിയിൽ പിറന്ന വിചിത്രവീരൻ എന്ന മകൻ ഹസ്തിനപുരത്ത് രാജാധികാരി യുവരാജാവിന് വേണ്ടി ഭീഷ്മർ ഭാര്യയെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അംബാലിക എന്ന രാജകുമാരിമാരുടെ സ്വയംവരം നടക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭർത്താവിന് വേണ്ടി. ആ സമയത്ത് ആ യുവതികളുടെ അനുവാദമില്ലാതെ, അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ 3 യുവതികളെയും ഭീഷ്മർ തട്ടിക്കൊണ്ടു പോവുകയാണ് വീരന് വേണ്ടി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അമ്പയ്ക്ക് ഒരു പ്രണയമുണ്ട്. ഭീഷ്മർ അപഹരിച്ച അമ്പയെ വിടുകയാണ് ഭീഷ്മർ ആ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ആ കാമുകനോടൊപ്പം ജീവിക്കുക. അവിടെ ചെന്നപ്പോൾ ഭീഷ്മരാൽ അപഹരിക്കപ്പെട്ട നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കാമുകനായ ശാലരാജാവ് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. ജന്മം നൽകിയ മാതാപിതാക്കൾ വീട്ടിൽ കയറ്റുന്നില്ല. ഭീഷ്മർ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. നിസ്സഹായ അവസ്ഥയിൽ വിലപിക്കുന്ന അമ്മയെ നമുക്ക് കാണാം. ഭീഷ്മരോടുള്ള ആ
ഭീഷ്മരോടുള്ള ആ ശത്രുതയോടുകൂടി അംബ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്. പിന്നീട് നമുക്കറിയാം, മഹാഭാരതത്തിൽ ശിഖണ്ഡിയായിട്ട് ജനിച്ചു വരുന്നതൊക്കെ അംബയാണ്. അംബികയും അംബാലികയും അവർ ആഗ്രഹിക്കാത്തൊരു ദാമ്പത്യത്തിലാണ് ചെന്നുപെട്ടത്. ആരോഗ്യം കുറഞ്ഞ വിരുത്തരവിൽ പെട്ടെന്ന് മരിച്ചു. വിധവകളായി തീർന്നു അംബയും അംബാലികയും. എന്നാൽ ഹസ്തിനപുരത്തിൽ ഭരണാധികാരി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട്, പുത്രവംശം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് സത്യവതിക്ക് വളരെ മുൻപ് പരാശര മുനിയിൽ പിറന്ന കൃഷ്ണദേവാനൻ എന്ന വേദവ്യാസൻ, മഹാഭാരതത്തിൻ്റെ എഴുത്തുകാരൻ തന്നെയായ, ഗ്രന്ഥകാരൻ തന്നെ കഥാപാത്രമായി വരുന്നൊരു ഗ്രന്ഥമെന്ന് മഹാഭാരതത്തെ സൂചിപ്പിക്കാം. ആ വേദവ്യാസനാൽ സന്താനലബ്ധിക്ക് വേണ്ടി അംബയ്ക്കും അംബാലിക്കും അദ്ദേഹത്തിനോട് ഇപ്പം ബന്ധപ്പെടേണ്ടി വന്നു, ഒട്ടും താല്പര്യമില്ലാതെ. അങ്ങനെ അംബയും അംബികയും അംബാലികയും എന്ന രാജകുമാരിമാരുടെ ഈ തകർച്ചയ്ക്ക്, ഈ ദുഃഖത്തിന് ആരാ കാരണക്കാരൻ? മറ്റാരുമല്ല, ഭീഷ്മർ തന്നെ, യാതൊരു സംശയമില്ല. രണ്ടാമത് നമ്മൾ കാണുന്നത് എന്താ? കൗരവ സദസ്സിൽ ചൂതുകളിയിൽ തോറ്റ പാണ്ഡവരുടെ പത്നിയായ രജസ്വലിയായ ദ്രൗപദി വസ്ത്രാക്ഷേപത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ദ്രൗപദി, ആ ദ്രൗപദിയെ പുലഭ്യം പറയുന്ന ദ്രൗപദിയെ, കളിയാക്കുന്ന ദ്രൗപദിയെ, വിലപിക്കുകയാണ് അവിടെ ദ്രൗപദി, പൊട്ടിത്തെറിക്കുകയാണ് ദുഃഖത്തോടു കൂടി ദ്രൗപദി. പക്ഷേ അതിലും ദ്രൗപദിയുടെ വാക്കുകൾക്ക് മുന്നിൽ, കണ്ണുനീരിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന ഭീഷ്മരെയാണ് നമ്മൾ ആ രംഗത്ത് കാണുന്നത്. ഒരു മറുപടി പോലും പറയാതെ അധർമ്മത്തിന് കൊണ്ടുനിൽക്കുന്ന ഭീഷ്മരെ. അതുപോലെ നമുക്കറിയാം, അധർമ്മത്തിന്റെ വക്താക്കളാണ് ദുര്യോധനാദികൾ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീഷ്മർ അവരോടൊപ്പമാണ് ചേർന്നത്. അധികാരത്തിൻ്റെ അല്ലെങ്കിൽ സുഖങ്ങളുടെ അതിൽ നിന്ന് വിട്ടുപോരാതെ, എനിക്ക് ചോറ് തരുന്നത് ദുര്യോധനാണെന്ന് പറഞ്ഞുകൊണ്ട് അധർമ്മിയായ ദുര്യോധനോടൊപ്പം നിന്ന് ധർമ്മികളായ പാണ്ഡവരോട് പോരാടിക്കുന്ന ഭീഷ്മരെ കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തമ ഗുണങ്ങളുള്ള ആളായിരിക്കും ഭീഷ്മർ, ഉത്തമമായ പല കാര്യങ്ങളുമുള്ള ആളായിരിക്കും ഭീഷ്മർ. പക്ഷെ ഭീഷ്മരും അധർമ്മത്തിൻ്റെ ഭാഗമായി മഹാഭാരതം മാറിയെന്നത് മഹാഭാരതം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. വസുവാണ് ഭീഷ്മർ. വശിഷ്ഠ മഹർഷിയിൽ നിന്ന് ശാപമേറ്റ 8 വസുക്കളുണ്ടായിരുന്നു. ആ 8 വസുക്കൾക്ക് വശിഷ്ഠ മഹർഷി ശാപം നൽകി, മനുഷ്യരായി ജനിക്കട്ടെ എന്ന്. എന്നാൽ 7 പേർ, ഏറ്റവും കൂടുതൽ ആ വശിഷ്ഠ മഹർഷി ഉപദ്രവിച്ച 8ാമത്തെ വസു ഒഴിച്ച് 7 വസുക്കൾക്ക് ജനിച്ച ഉടൻ തന്നെ മരിക്കട്ടെ എന്ന അനുഗ്രഹം കൊടുത്തു. അതാണ് ഗംഗാദേവി നദിയിലേക്ക് വലിച്ച 7 കുഞ്ഞുങ്ങൾ. എന്നാൽ വശിഷ്ഠ മഹർഷിയെ, അദ്ദേഹത്തിൻ്റെ പശുവിനെ, നന്ദിനി എന്ന പശുവിനെ തട്ടിക്കൊണ്ടുപോയ 8ാമത്തെ വസുവായ ഭീഷ്മർ പിന്നീട് ജീവിക്കേണ്ടി വന്നു. ജീവിതകാലത്തിൽ അനുഭവിക്കേണ്ട സുഖവും ദുഃഖവും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഭീഷ്മർ ശരശയിൽ കിടന്ന് മരണമടഞ്ഞത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എത്ര പുണ്യം ചെയ്യുന്നവരാണെങ്കിലും ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക്, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക്, ചെറിയ പാപങ്ങൾക്ക് അതിനുള്ള മറുപടി ഈ ലോകത്ത് തന്നെ കൊടുത്തിട്ടേ നമുക്ക് പോകാൻ സാധിക്കും. മരണശേഷമല്ല സ്വർഗവും നരകവും. ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ, നല്ല പ്രവൃത്തിയുടെ സ്വർഗബലങ്ങളും ചെയ്യുന്ന അധാർമികമായ പ്രവൃത്തിയുടെ പാപബലങ്ങളും ഈ മണ്ണിൽ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ധർമ്മിഷ്ഠനായ ഭീഷ്മരിലൂടെ മഹാഭാരതം നമ്മൾ കാണിച്ചു തരുന്നത്. അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അതിന് കഴിയട്ടെ എന്ന് ഈ മഹാഭാരതത്തിലെ ഈ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുവാൻ, പുണ്യപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുവാൻ, പുണ്യമായ പ്രവൃത്തികളുടെ ഫലങ്ങൾ ഈ ലോകത്ത് തന്നെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഭാഗം, തങ്ങൾ നോക്കി നിൽക്കെ തങ്ങളുടെ മക്കളും പേരക്കിടാങ്ങളും തങ്ങളുടെ ആ കുലവും നശിക്കുന്നത് നെടുവീർപ്പിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന 2 പിതാക്കന്മാരുടെ വിശേഷങ്ങളുമായി അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.